നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നാളെ ക്യാമ്പ് നോവിൽ FC ബാഴ്സലോണയും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ഇതിനു മുമ്പ് ലാലിഗയിൽ ഇവർ തമ്മിൽ ഏറ്റുമുട്ടി മെട്രോപൊളിറ്റനോയിൽ വെച്ച്. അന്ന് ലാമിനെ യമാൽ വളരെ നിരാശനായിരുന്നു. അതിനെക്കുറിച്ച് ഇപ്പോൾ ഹൻസി ഫ്ലിക്ക് വിശദീകരിക്കുകയാണ്. യമാലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. അവന് 18 വയസ്സേ ഉള്ളൂ. അവനൊരു ഇൻക്രെഡിബിൾ പ്ലെയറാണ്. ഭാവിയിലെ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് മാറാനുള്ളവനാണ്. ആ ബോധ്യത്തിൽ വേണം അവനെക്കുറിച്ച് കാര്യങ്ങൾ പറയാൻ. ഫ്ലിക്ക് ഇന്ന് മാധ്യമങ്ങളോട് പറയുകയാണ്, വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഈസ് ദാറ്റ് ലാമിൻ ഈസ് 18 years old ആൻഡ് ഈസ് ആൻ ഇൻക്രെഡിബിൾ പ്ലെയർ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. ലാമിന് 18 വയസ്സേ ഉള്ളൂ. അത് മറക്കരുത്. അവനൊരു ഇൻക്രെഡിബിൾ പ്ലെയറുമാണ്. അപ്പോൾ അവൻ്റെ ഗെയിം ഒന്നുകൂടി നമ്മൾ നോക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ സാറ്റർഡേയിലെ ഗെയിം ഒന്ന് നോക്കുക. നിങ്ങൾക്ക് മനസ്സിലാവും അവൻ അവിടെ ഇൻക്രെഡിബിൾ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. വെറും 18 വയസ്സ് 5 പ്ലെയേഴ്സിനെ മറികടന്ന് അവൻ പോയി. ഓൾമോസ്റ്റ് സ്കോർ ചെയ്യുന്ന അവസ്ഥയിലെത്തി. എന്നിട്ട് ഗോളായില്ല. സ്വാഭാവികമായിട്ടും അവൻ ഫ്രസ്ട്രേറ്റഡ് ആയി. ഇത് ഇമോഷണൽ ആയിട്ടുള്ള കാര്യമാണ്. ദാറ്റ്സ് ഗുഡ്. ഞാൻ അവനെ എന്തായാലും എല്ലായ്പ്പോഴും സപ്പോർട്ട് ചെയ്യും. നമ്മൾ കെയർഫുൾ ആയിരിക്കണം അവൻ്റെ കാര്യത്തിൽ. കാരണം അവൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിൻ്റെ പുറകിലും ഇങ്ങനെ പോയി വലിയ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല. അവനൊരു ഇൻക്രെഡിബിൾ പ്ലെയറാണ്. ഹീസ് എ ഫാന്റാസ്റ്റിക് പ്ലെയർ. സോ 18 വയസ്സിലാണ് നമ്മൾ ഇതൊക്കെ അവൻ്റെ ഭാഗത്ത് നിന്ന് കാണുന്നത് നോക്കണം. ഞാൻ അവനോട് പറയുന്നത് അവനിത് ചെയ്യാൻ പറ്റും. ഇനിയും അവന് മികച്ച പ്രകടനം നടത്താൻ പറ്റും. അതാണ് ഞാൻ അവനോട് പറയുന്നത്. ഞാൻ അവനെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് എപ്പോഴും ചെയ്യുക. ഹീസ് എ ഗ്രേറ്റ് പ്ലെയർ, മൈ ബി ദി ബെസ്റ്റ് ഇൻ ദി ഫ്യൂച്ചർ. ഭാവിയിലെ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് അവൻ മാറുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് ഇപ്പോൾ ഹൻസി ഫ്ലിക്ക് പറയുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.